തന്നെ നിനക്കൊരു അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. ആ പൂർത്തീകരണത്തിന്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിക്കുമെന്നാണോ അന്ന് അർത്ഥമാക്കുന്നത്? അതെ എന്റെ കുഞ്ഞെ, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനമനുസരിച്ചാണ്. ദൈവം നമ്മുടെ പിതാവായ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറ വന്ധ്യയും പ്രായം കവിഞ്ഞവളുമായിരുന്നു. എന്നിട്ടും ആ വാഗ്ദാനത്തിലൂടെ അവൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന് സ്തുതി. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മേ, എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് മാലാഖ പറഞ്ഞു. ദൈവത്തിന് സ്തുതി. അമ്മേ, അവർക്ക് പ്രായമായല്ലോ. ഞാൻ വേഗം അവിടെ വരെ ഒന്ന് പോയി അവരെ സഹായിക്കട്ടെ.
ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്നു പ്രകീർത്തിക്കും. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു മറിയം, എലിസബത്ത്, സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നോക്കൂ, ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം എടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് വിശ്രമത്തിനായി ഒരിടം കിട്ടാതെ നിർവാഹമില്ല. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി
വന്ന ജനങ്ങളെ കൊണ്ട് ബെത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉവ്വ്. ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാറ്റം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇത് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാറ്റം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട. ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചു.
ജീവിച്ചവർക്ക് സമാധാനമാകാൻ. സിസ്റ്റേഴ്സ്, യങ് സിസ്റ്റേഴ്സ്, അഞ്ജലി സിസ്റ്റർ, പൗൾ സിസ്റ്റർ, നമ്മുടെ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, അതുപോലെ യൂണിറ്റിലെ നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ എല്ലാ മക്കളും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും ആയവരെ, നമ്മൾ 2024 വിട പറയാൻ പോവുകയാണ്. നമ്മുടെ പള്ളിയുടെ 20ാം യൂണിറ്റിലെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എപ്പോഴും നമുക്ക് പറയാനുള്ള ക്രിസ്മസ് എന്നത് എല്ലാവരുടെയും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ടില്ല, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു രംഗവേദിയായിട്ടാണ് ക്രിസ്മസ് കടന്നു വരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറച്ചുകൊണ്ടാണ് ക്രിസ്മസ് വരുന്നത്. ആ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ കേണിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 25 യൂണിറ്റിലെ വളരെ ചെറിയൊരു യൂണിറ്റാണ് ഈ യൂണിറ്റ്. 10ഓളം കുടുംബങ്ങൾ അടങ്ങിയ ഈ യൂണിറ്റിലെ ഏതാണ്ട് 50ഓളം ആളുകൾ, 54ഓളം അംഗങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്നിവിടെ സന്നിഹിതരാണ്. ഇവിടെ നമ്മുടെ ക്രിസ്മസ് എന്നത് യേശു ക്രിസ്തു, ഉണ്ണിയേശുവിൻ്റെ പിറവി, ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് അറിയാലോ, നമുക്ക് ഏതൊരു കാര്യം നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നു. പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ മാറ്റുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആവുന്ന സംവിധാനം തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും പുൽക്കൂട് ഉണ്ടാക്കുന്ന സ്ഥലം ഈവനായിരിക്കില്ല. കല്ല്, മണ്ണ്, പുല്ലുകള്, മറ്റു മുള്ളുകള് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ പുൽക്കൂടാകുമ്പോൾ അതെല്ലാം നമ്മളവിടെ തട്ടി നിർത്തുകയാണ്. എല്ലാ കാര്യങ്ങളും, അവിടെയുള്ള എല്ലാവിധ അനാവശ്യ വസ്തുക്കളും മാറ്റുന്നു, അതുപോലെ മറ്റുള്ള സാധനങ്ങൾ മാറ്റുന്നു. അവിടെ പുൽക്കൂട് സജ്ജീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ആ ഒരു കാര്യം അത് നമ്മുടെ ഹൃദയത്തിലും ഒരുക്കണം. ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലും, ആ പുൽക്കൂടിന് എങ്ങനെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നോ അത് നമ്മുടെ ഹൃദയത്തിലും അതുപോലെ പുൽക്കൂട് സൃഷ്ടിക്കുമ്പോൾ അവിടെ ഉണ്ണിയേശു പിറക്കുന്നു. ഞാൻ അധികം നിർമ്മിക്കുന്നില്ല. നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജോഷി അച്ഛൻ നമ്മുടെ ഈ എല്ലാ 25 യൂണിറ്റിലും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട്, ഓരോ പരിപാടിയായാലും, അത് ക്രിസ്മസ് ആഘോഷമല്ല, വാർഡ് പ്രവർത്തനം, ഏത് ചെറിയ പരിപാടിയായാലും എല്ലാ കാര്യങ്ങളും എല്ലാ യൂണിറ്റിലും 25 യൂണിറ്റിൽ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന അച്ഛനാണ്. അച്ഛന് അത് വളരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. അത് നടക്കണം. അതുകൊണ്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ട് എത്രയും മനോഹരമായി നടത്തുമോ അത്രയും അച്ഛനത് ഇഷ്ടമാണ്. അച്ഛൻ നമുക്ക് തന്ന പ്രചോദനത്തിന് അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അച്ഛന് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ യൂണിറ്റിൽ നമുക്ക് CMC സിസ്റ്റേഴ്സിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അഞ്ജലി സിസ്റ്റർ, പൗളി സിസ്റ്റർ. നമുക്കറിയാം, സിസ്റ്റേഴ്സ് നമ്മുടെ എല്ലാവരെയും അറിയാം. അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ ഉണർവേഴുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് സഹായമായിട്ടുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തോടെ അവരെ ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ അടുത്തത് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന ഇതരം ആൾക്കാരാണ്. അവരെ എല്ലാവരെയും, കുഞ്ഞുകുട്ടികളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ നമ്മുടെ യൂണിറ്റിലെ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. അവർ സഹകരിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർക്ക് മറിച്ച് അഭിപ്രായങ്ങളുണ്ടാവും. എങ്കിലും പള്ളിയിലൊരു കാര്യത്തിൽ വരുമ്പോൾ അവർ പലപ്പോഴും ഞാൻ അതിശയം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനേക്കാളും വലിയ യൂണിറ്റുകളുണ്ട്, വലിയ അംഗസംഖ്യ യൂണിറ്റുണ്ട്, സാമ്പത്തിക യൂണിറ്റുണ്ട്. പക്ഷെ നമ്മുടെ ആ കഴിവിൻ്റെ പരമാവധി വെച്ച് നോക്കുമ്പോൾ ഇതിനെ നമ്മൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഈ ക്രിസ്മസ് ആഘോഷത്തിന് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു.
Great joy. Matthew chapter 2 verse 10. Good morning everyone, respected people and my dear friends. Christmas is a time to celebrate the birth of Jesus Christ and is celebrated on December 25. People celebrate Christmas by hanging stars, lighting Christmas trees, making crepes and exchanging gifts. When we celebrate the birth of Jesus Christ, let's make sure that He is born not only in the crepes but also in our hearts. If Jesus is born in our hearts, our life will be changed. We can love and forgive everyone and have peace and happiness. In this Christmas season, let's spread the message of love, caring and sharing. Let's all invite Jesus to our hearts and lives. Let's love everyone and do good for all. Let this season of celebration spread love, peace and happiness everywhere. We wish you all a Merry Christmas. Thank you. Jai Christ.